ഹായ് ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു ബ്രെയിനി ബ്രൈറ്റ് അക്കാദമി. BBRൻ്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ മിഷൻ്റെ ഫസ്റ്റ് ഡേ ക്ലാസ്സാണ് അല്ലേ. നമ്മളൊരു മിഷൻ തുടങ്ങിയിട്ടുണ്ട് എന്നൊക്കെ എല്ലാവരും അറിഞ്ഞിട്ടുണ്ടാവും. 52 ദിവസത്തെ ഒരു മിഷനാണ് കറണ്ട് അഫെയർ, സൂപ്പർ കറണ്ട് അഫെയറിൻ്റെ മിഷനാണ്. സൂപ്പർ കറണ്ട് അഫെയർസ് എന്നുള്ളൊരു മിഷൻ നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ആരെങ്കിലും അറിഞ്ഞിട്ടില്ലെങ്കിൽ നമ്മൾ യൂട്യൂബ് ഈ ഒരു ചാനലിൽ പോയി നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാകാൻ പറ്റും. 52 ദിവസത്തെ ഒരു മിഷനാണ്. ഇതിലെന്ത് ചെയ്യുന്നുണ്ട്, കറണ്ട് അഫെയറിൽ 20 മാർക്കും കിട്ടുന്ന രീതിയിൽ എല്ലാ പോയിൻറ്റും ഉൾപ്പെടുത്തിയിട്ടുള്ള ക്ലാസ്സാണ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത്. ഹോട്ട് ടോപ്പിക്സും സൂപ്പർ ഫാക്ട്സും അതേപോലെ മന്ത്ലി കറണ്ട് അഫെയർസ് 2023, 24, 22 ഇത്രയും കറണ്ട് അഫെയർസും കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യാണ്, ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതും PSC ചോദിക്കാൻ ചാൻസ് ഉള്ളതും ഇതുവരെ PSC ചോദിച്ചതുമായിട്ടുള്ള എല്ലാ കറണ്ട് അഫെയർസും ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു മെഗാ മിഷനാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ആ ഒരു മിഷൻ്റെ ഫസ്റ്റ് ക്ലാസ്സാണ് ഇത്. അപ്പോൾ നമ്മൾ കോഡ്സും അതേപോലെ ഒരുപാട് കണക്ഷൻസ് ഒക്കെ വെച്ചിട്ടാണ് ഈ ഒരു ക്ലാസ് മുന്നോട്ട് കൊണ്ടുപോകുന്നത്. അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളെ ഫ്രണ്ട്സിലേക്കൊക്കെ ഇത് ഷെയർ ചെയ്യാം. PSC പഠിക്കുന്നവർക്കും അതേപോലെ തന്നെ കറണ്ട് അഫേഴ്സും കാര്യങ്ങളൊക്കെ ടഫുള്ള നിങ്ങളെ ഫ്രണ്ട്സ് ഉണ്ടെങ്കിൽ അവരിലേക്കൊക്കെ എന്ത് ചെയ്യുക, ഇത് ഷെയർ ചെയ്യുക. അവർക്കൊക്കെ ഒത്തിരി യൂസ്ഫുൾ ആവും. അപ്പോൾ എനിക്ക് കഴിയുന്ന മാക്സിമം ഞാൻ എന്ത് ചെയ്യുന്നുണ്ട്, പോയിൻറ്റ്സും കാര്യങ്ങളൊക്കെ നിങ്ങളിലേക്ക് എത്തിക്കുന്നുണ്ട്. കോഡ്സും കാര്യങ്ങളൊക്കെ വെച്ചിട്ടാണ് ക്ലാസ് എടുക്കുന്നത്. അപ്പോൾ ഞാൻ പറയുന്ന കോഡ്സ് നിങ്ങൾക്ക് സ്വീകരിക്കാൻ ഇഷ്ടമുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, സ്വീകരിക്കുക. ഓരോ ആളുകൾക്കും ഓരോ രീതിയിലാണ് പഠന രീതി എന്ന് പറയുന്നത്. അപ്പോൾ കോഡ്സൊക്കെ വെക്കുമ്പോൾ എന്താണ്, നമുക്ക് എക്സാം ഹോളിൽ പെട്ടെന്ന് അത് ക്യാച്ച് ചെയ്യാൻ പറ്റും. ഇപ്പം കേൾക്കുമ്പോൾ അത് തമാശയാണെങ്കിലും കുറച്ച് കഴിയുമ്പോൾ നമുക്ക് എക്സാം ഹോളിൽ എന്ത് ചെയ്യാൻ പറ്റും, അത് പെട്ടെന്ന് ആ ഒരു ഓപ്ഷനിൽ നിന്ന് നമുക്ക് ടിക്ക് ചെയ്യാൻ പറ്റും. അതുകൊണ്ട് മാക്സിമം എന്ത് ചെയ്യുക, ക്ലാസ്സും കാര്യങ്ങളൊക്കെ യൂസ്ഫുൾ ആക്കുക. അപ്പോൾ നേരെ നമുക്ക് എന്ത് ചെയ്യുക, ക്ലാസ്സിലോട്ട് പോവാം. അപ്പോൾ ഇന്ന് നമ്മൾ എടുക്കാൻ പോകുന്ന ക്ലാസ് ലോക്സഭ ഇലക്ഷനാണ്. 2024 നടന്നിട്ടുള്ള ലോക്സഭ ഇലക്ഷനെ കുറിച്ചാണ് നമ്മുടെ ഇന്നത്തെ ക്ലാസ്. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഈ ഒരു ഭാഗത്തു നിന്ന് എന്തായാലും ക്വസ്റ്റ്യൻ ഉറപ്പായിട്ടും വരും എന്നുള്ളതിന് യാതൊരു സംശയമില്ല അല്ലേ. ഇനി വരുന്ന ഏതൊരു PSC എക്സാമിന് നമുക്ക് എന്ത് ചെയ്യാം, ഈ ഭാഗത്തു നിന്ന് ക്വസ്റ്റ്യൻസ് നമുക്ക് പ്രതീക്ഷിക്കാം. അപ്പോൾ നേരെ നമുക്ക് ക്ലാസ്സിലോട്ട് പോയാലോ. ലോക്സഭ ഇലക്ഷൻ 2024. അപ്പോൾ ഞാൻ ചോദിക്കട്ടെ, ഫസ്റ്റ് ക്വസ്റ്റ്യൻ തന്നെ, എത്രാമത്തെ ലോക്സഭ ഇലക്ഷനാണ് 2024 നടന്നത്? ആർക്കൊക്കെ പറയാൻ പറ്റും എത്രാമത്താണ്? 18ാമത്തെ ലോക്സഭ ഇലക്ഷനാണ് കേട്ടോ നടന്നിട്ടുള്ളത്. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു പോയിൻ്റാണ്, എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. 18ാമത്തെ ലോക്സഭ ഇലക്ഷനാണ് 2024 നടന്നിട്ടുള്ളത്. എങ്ങനെ ഓർത്തിരിക്കാം, മറക്കാതിരിക്കാൻ വേണ്ടിയിട്ട്? ഈ 2024 എന്ന് പറഞ്ഞാൽ തന്നെ എന്തുണ്ട്, ആ 18 എന്നുള്ളത് നമുക്ക് കറക്റ്റ് ചെയ്യാൻ പറ്റും. 2 × 4 എത്രയാണ്? 8ആണ്. അപ്പോൾ 18ാമത്തതാണ് നമുക്ക് ഓർത്തക്കലോ. ഇപ്പോൾ 2024 18ാമത്തെ ലോക്സഭ ഇലക്ഷനാണ് നടന്നിട്ടുള്ളത്. ഞാൻ ചോദിക്കട്ടെ, എത്ര ഘട്ടങ്ങളിലായിട്ടാണ് ഈ ഒരു ഇലക്ഷൻ നടന്നത്? 7 ഘട്ടങ്ങളിലായിട്ടാണ്. എത്രയാണ്? 7 ഘട്ടങ്ങളിലായിട്ടാണ് ഇലക്ഷൻ നടന്നത്. 18ാമത്തെ ലോക്സഭ ഇലക്ഷൻ 7 ഘട്ടങ്ങളിലായിട്ടാണ് ഇലക്ഷൻ നടന്നത്. ഒന്നാം ഘട്ടം എന്നാ നടന്നത്? ഒന്നാം ഘട്ടം, ഫസ്റ്റ് ഘട്ടം എന്നാ നടന്നത്? 2024 ഏപ്രിൽ 19 എന്നാണ്. 2024 ഏപ്രിൽ 19. അങ്ങനെയാണെങ്കിൽ ഇതിൻ്റെ ലാസ്റ്റ് ഘട്ടം, 7ാമത്തെ ഘട്ടം എന്നാ നടന്നത്? 2024 ജൂൺ 1. അപ്പം ഫസ്റ്റ് ഘട്ടം എന്നാ നടന്നത് 2024 ഏപ്രിൽ 19, 2024 ഏപ്രിൽ 19. അവസാന ഘട്ടം എന്നാ നടന്നത് 2024 ജൂൺ 1-നുമാണ്. 2024 ജൂൺ 1-നാണ്. എത്രാമത്തതാണ് നടന്നത്? 18ാമത്തെ ലോക്സഭ ഇലക്ഷനാണ് നടന്നത്. അത്രയും കാര്യങ്ങൾ ഓർത്തിരിക്കുക. പിന്നെ അടുത്ത ഒരു ക്വസ്റ്റ്യന്, കേരളത്തിൽ 20 ലോക്സഭാ മണ്ഡലങ്ങളിലേക്ക് തെരഞ്ഞെടുപ്പ് നടന്നത് എന്നായിരുന്നു? കേരളത്തിൽ ഒന്നാം ഘട്ടം 2024 ഏപ്രിൽ 19 നടന്നു. അങ്ങനെയാണെങ്കിൽ നമ്മളെ കേരളത്തിൽ 20 ലോക്സഭാ മണ്ഡലങ്ങളിലേക്ക് തെരഞ്ഞെടുപ്പ് നടന്നത് എന്നാ? 2024 ഏപ്രിൽ 26-നാണ്. 2024 ഏപ്രിൽ 26-നാണ്. ഓർത്തിരിക്കണം കേട്ടോ, ഏപ്രിൽ 26-നാണ്. കാണാൻ പറ്റുന്നുണ്ടല്ലോ, നോട്ട്സൊക്കെ ക്ലിയർ ആയിട്ട് കാണാൻ പറ്റുന്നുണ്ടെന്ന് വിചാരിക്കുന്നു. അപ്പം അത് ഏപ്രിൽ 26-നാണ്. 18ാമത്തെ ലോക്സഭയിലേക്കുള്ള തിരഞ്ഞെടുപ്പിൻ്റെ ഫലം പ്രസിദ്ധീകരിച്ചതെന്ന 2024 ജൂൺ 4-നാണ്. അപ്പോൾ ജൂൺ 1-ന് അവസാന ഘട്ടം നടന്നു. ജൂൺ 4-ന് എന്ത് ചെയ്തു, അതിൻ്റെ തിരഞ്ഞെടുപ്പിൻ്റെ ഫലം പ്രസിദ്ധീകരിച്ചു. അത് ഓർത്തിരിക്കുക. 2024 ജൂൺ 4-ന് അതിൻ്റെ തിരഞ്ഞെടുപ്പിൻ്റെ എന്ത് ചെയ്തു, ഫലം പ്രഖ്യാപിച്ചു. ഓർത്തിരിക്കണേ. നമുക്ക് എത്ര കക്ഷിനില എത്ര ആയിരുന്നു എന്ന് നോക്കാം. എത്രയായിരുന്നു കക്ഷിനില? NDA, അതായത് നാഷണൽ ഡെമോക്രാറ്റിക് അലയൻസിൽ എത്ര
കക്ഷിനില ഉണ്ടായിരുന്നു? 293 ഓർത്തിരിക്കണം കേട്ടോ. കക്ഷിനില എത്രയാണ്? നാഷണൽ ഡെമോക്രാറ്റിക് അലയൻസ് അല്ലെങ്കിൽ NDA എന്ന് പറയും. NDA അതായത് എത്രയാണ്? 293. അങ്ങനെയാണെങ്കിൽ നമ്മൾ INC അല്ലെങ്കിൽ ഇന്ത്യൻ നാഷണൽ ഡെവലപ്മെൻറ്റ് ഇൻക്ലൂസീവ് അലിയൻസ് എന്ന് എത്രയാണ്? 234. അത് ഓർത്തിരിക്കുക കേട്ടോ. അപ്പം NDA 293, ഇന്ത്യ അതായത് ഇന്ത്യൻ നാഷണൽ ഡെവലപ്മെൻറ്റൽ ഇൻക്ലൂസീവ് അലിയൻസ് എന്ന് എത്രയാണ്? 234 കക്ഷിനില. അതൊന്ന് ഓർത്തിരിക്കണം. പിന്നെ അടുത്തത്, ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. 18ാമത്തെ ലോക്സഭയിലേക്കുള്ള ഇലക്ഷനിൽ ഏറ്റവും കൂടിയ ഭൂരിപക്ഷത്തിൽ ജയിച്ചത് ആരാണ് എന്ന്. ഏറ്റവും കൂടിയ ഭൂരിപക്ഷത്തിൽ ജയിച്ചത് ആരാ? ശങ്കർ ലാൽവാനിയാണ്. ഇമ്പോർട്ടൻ്റ് ആണ്, ശങ്കർ ലാൽവാനി. എങ്ങനെ ഓർത്തിരിക്കുക? ഏറ്റവും കൂടുതൽ ഭൂരിപക്ഷത്തിലല്ലേ ജയിച്ചത്. അപ്പം നല്ല ലാൽ സിദ്ധാബ എന്നൊക്കെ പറഞ്ഞിട്ട് എന്താണ്, അദ്ദേഹം ജയിച്ച് വന്ന് ഭൂരിപക്ഷത്തോടെ എന്ത് ചെയ്തു? ജയിച്ചു എന്ന് ഓർത്തിരിക്കുക. ലാൽ സിദ്ധാബ അങ്ങനെ കണക്ട് ചെയ്യുക. ശങ്കർ ലാൽവാനി. എന്താണ്? ശങ്കർ ലാൽവാനി. അപ്പോൾ ഈ ശങ്കർ ലാൽവാനി എവിടെ എന്നുള്ള ആളായിരുന്നു? ഇൻഡോർ ആണ് കേട്ടോ. ഇൻഡോർ. അതും ഓർത്തിരിക്കുക. 11.72 ലക്ഷം വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിലാണ് ഇദ്ദേഹം ജയിച്ചിട്ടുള്ളത്. അപ്പം നോക്കൂ, അവിടെയുള്ള ആ ഒരു പ്രദേശത്തുള്ള കൂടുതൽ ആളുകളും വോട്ട് ചെയ്തിട്ടുള്ളത് ഈ ശങ്കർ ലാൽവാനിക്കാണ്. അപ്പോൾ ഇതിൽ നിന്ന് തന്നെ ഒരു ക്വസ്റ്റ്യൻ ഉണ്ട്. ഏറ്റവും കൂടുതൽ നോട്ട് രേഖപ്പെടുത്തിയിട്ടുള്ള സംസ്ഥാനം ഏതായിരുന്നു? മധ്യപ്രദേശ്, അതായത് ഇൻഡോറിലായിരുന്നു കേട്ടോ. ആ ഒരു ക്വസ്റ്റ്യൻ വരുന്നുണ്ട്. അത് ഞാൻ പറഞ്ഞു തരാം എന്താണെന്നുള്ളത്. അപ്പോൾ 18ാമത്തെ ലോക്സഭയിലേക്കുള്ള ഇലക്ഷനിൽ ഏറ്റവും കൂടിയ ഭൂരിപക്ഷത്തിൽ ജയിച്ചത് ആരാണെങ്കിൽ മറക്കുമോ? ഇല്ല, ശങ്കർ ലാൽവാനി. ലാൽ സിദ്ധാബ എന്ന് വിളിച്ച് ജയിച്ചു, ഭൂരിപക്ഷത്തോടെ ജയിച്ചു എന്ന് ഓർത്തിരിക്കുക. ശങ്കർ ലാൽവാനി ഇൻഡോറാണ്. 11.72 ലക്ഷം വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിലാണ് അദ്ദേഹം ജയിച്ചിട്ടുള്ളത്. അതും ഓർത്തിരിക്കുക. അങ്ങനെയാണെങ്കിൽ ചോദിക്കട്ടെ, 18ാമത്തെ ലോക്സഭയിലേക്കുള്ള ഇലക്ഷനിൽ ഏറ്റവും കുറഞ്ഞ ഭൂരിപക്ഷത്തിൽ ജയിച്ചത് ആരാ? അപ്പോൾ ഇങ്ങനെ ഓർത്തിരിക്കുക, കുറഞ്ഞ ഭൂരിപക്ഷമല്ലേ. അപ്പോൾ അദ്ദേഹം വളരെ വൈകിട്ടാണ് ജയിച്ചത്. അങ്ങനെ കണക്ട് ചെയ്തൂടെ? അപ്പോൾ ഇങ്ങനെ ഓർത്തിരിക്കുക, രവീന്ദ്ര വൈഗർ. എന്താ പേര്? രവീന്ദ്ര വൈഗർ. 18ാമത്തെ ലോക്സഭയിലേക്കുള്ള ഇലക്ഷനിൽ ഏറ്റവും കുറഞ്ഞ ഭൂരിപക്ഷത്തിൽ ജയിച്ചത് ആരാ? രവീന്ദ്ര വൈഗറാണ്. രവീന്ദ്ര വൈഗർ. മുംബൈ നോർത്ത് നിന്നാണ് കേട്ടോ. മുംബൈ നോർത്ത് നിന്നാണ്. മുംബൈ നോർത്ത് വെസ്റ്റ് നിന്നാണ്. ഭൂരിപക്ഷം 48 വോട്ടിനാണ് കേട്ടോ. 48 വോട്ട് ഭൂരിപക്ഷത്തിനാണ് അദ്ദേഹം ജയിച്ചിട്ടുള്ളത്. 48 വോട്ട് ഭൂരിപക്ഷത്തിനാണ് അദ്ദേഹം ജയിച്ചിട്ടുള്ളത്. അപ്പോൾ ഏറ്റവും കുറഞ്ഞ ഭൂരിപക്ഷത്തിൽ ജയിച്ച ആളാണ് ആര്? രവീന്ദ്ര വൈഗർ. എങ്ങനെ ഓർത്തിരിക്കുക? അതുകൊണ്ട് അദ്ദേഹം ഒരുപാട് വൈകിയത് കൊണ്ടാണ്, പ്രവർത്തനത്തിലൊക്കെ ഒരുപാട് വൈകിയത് കൊണ്ടാണ് ഏറ്റവും കുറഞ്ഞ ഭൂരിപക്ഷം കിട്ടിയതെന്ന് ഓർത്തിരിക്കുക. ജസ്റ്റ് ഒന്ന് കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ട്, കണക്ഷൻസ് മാത്രമാണ് കേട്ടോ പറയുന്നത്. രവീന്ദ്ര വൈഗറാണ് 18ാമത്തെ ലോക്സഭയിലേക്കുള്ള ഇലക്ഷനിൽ ഏറ്റവും കുറഞ്ഞ ഭൂരിപക്ഷത്തിൽ ജയിച്ചത്. അതൊന്ന് ഓർത്തിരിക്കാം. ഇനി അടുത്തത്, 2024 പൊതു തെരഞ്ഞെടുപ്പിലൂടെ ലോക്സഭയിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട ഏറ്റവും പ്രായം കൂടിയ അംഗം ആരാണെന്ന്. 2024 പൊതു തിരഞ്ഞെടുപ്പിലൂടെ ലോക്സഭയിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട ഏറ്റവും പ്രായം കൂടിയ, അതായത് ലോക്സഭ ഇലക്ഷനിൽ തിരഞ്ഞെടുക്കപ്പെട്ടിട്ടുള്ള ഏറ്റവും പ്രായം കൂടിയ അംഗം ആരാന്ന് ചോദിച്ചു. ആരാണ്? TR ബാലു ആണ്. TR ബാലു ആണ്. എങ്ങനെ കണക്ട് ചെയ്യാം? ബാലൻ എന്ന് പറയുമ്പോൾ എന്താണ്? ചെറിയ കുട്ടിയാണ്, അങ്ങനെ ഓർത്തിരിക്കുക. പക്ഷേ ഇവിടെ എന്താണ്? ബാലു ആണ്. അപ്പോൾ എന്താണ്? വലിയ കുട്ടിയായി. അങ്ങനെ കണക്ട് ചെയ്തൂടെ? ഇത് പ്രായം കൂടി. ബാലു എന്ന് പറയുമ്പോൾ എന്താണ്? പ്രായം കൂടി. TR ബാലു അങ്ങനെ കണക്ട് ചെയ്യുക കേട്ടോ. ബാലൻ എന്ന് പറഞ്ഞാൽ ചെറുതാണ്. അപ്പോൾ പ്രായം കുറഞ്ഞതല്ല, പ്രായം കൂടിയ വ്യക്തി ആരാ ചോദിക്കുമ്പോൾ TR ബാലു ആണ്. കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ജസ്റ്റ് പറഞ്ഞതാണ്. മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ TR ബാലു ആണെന്ത്? 2024 പൊതു തിരഞ്ഞെടുപ്പിലൂടെ ലോക്സഭയിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട ഏറ്റവും പ്രായം കൂടിയ അംഗം. അങ്ങനെയാണെങ്കിൽ ചോദിക്കും, 2024 ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ ഏറ്റവും പ്രായം കുറഞ്ഞ MP ആരാന്ന് ചോദിക്കും. ഏറ്റവും പ്രായം കുറഞ്ഞത് ആർക്കാ? ചൗധരിയാണ്. ശാംഭവി ചൗധരിയാണ്. അപ്പം നമുക്ക് എങ്ങനെ ഓർത്തിരിക്കാം? ഈ ചൗധരി എന്നുള്ളത് കണക്ട് ചെയ്യാം. നമ്മളെ ചൗധരി എന്ന് പറയുമ്പോൾ അതിലൊരു അരി ഉണ്ടല്ലോ, അരി ഇങ്ങനെ ചവച്ച് ഇങ്ങനെ കഴിക്കുന്നത് ആരാ? നമ്മൾ ചെറിയ കുഞ്ഞു മക്കളാണെന്ന് കണക്ട് ചെയ്യുക കേട്ടോ. അപ്പോൾ ഏറ്റവും പ്രായം
കുഞ്ഞുമക്കൾ പറയുമ്പോൾ ചെറിയ പ്രായം കുറഞ്ഞ, അങ്ങനെ ജസ്റ്റ് കണക്ട് ചെയ്യുക. ശാംഭവി ചൗധരി എന്നാണ്, ശാംഭവി ചൗധരി. ആ ജസ്റ്റ് നിങ്ങൾക്ക് ശാംഭവി ചൗധരി എന്നുള്ളതിന് ആ അരിയും ആ ചൗ ചൗ എന്നുള്ളത് ജസ്റ്റ് ഒന്ന് കണക്ട് കിട്ടുമല്ലോ. അപ്പോൾ അങ്ങനെയെങ്കിൽ കണക്ട് ചെയ്തേക്കുക. 2024 ലോക്സഭാ തിരഞ്ഞെടുപ്പിലെ ഏറ്റവും പ്രായം കുറഞ്ഞ MP ആരായിരുന്നു? ശാംഭവി ചൗധരി. ഇനി അടുത്ത് നോക്കൂ, 18ാമത്തെ ലോകസഭയിലേക്കുള്ള തെരഞ്ഞെടുപ്പിൽ രാജ്യത്ത് ഏറ്റവും കൂടുതൽ നോട്ട രേഖപ്പെടുത്തിയത് എവിടെയാണ്? എന്താ ഈ നോട്ട? അതായത് ഇപ്പം നമ്മളൊരു തെരഞ്ഞെടുപ്പ് നടക്കുകയാണ്, ഇപ്പോൾ നമ്മളൊരു ക്ലാസ്, ആ ക്ലാസ്സിൽ നമ്മൾ തിരഞ്ഞെടുക്കുമ്പം അതിൽ മത്സരാർത്ഥികളായിട്ട് 2 വ്യക്തികൾ നിൽക്കുന്നുണ്ട്. പക്ഷെ നമുക്ക് എന്താണ്, ആ 2 വ്യക്തികൾക്കും നമുക്ക് വോട്ട് ചെയ്യാൻ താല്പര്യമില്ല. അപ്പോൾ അതിന് വേണ്ടിയിട്ട് കൊണ്ടുവന്നതാണ് നോട്ട. മനസ്സിലായോ? അപ്പോൾ നമുക്ക് ഈ 2 വ്യക്തികൾക്കും വോട്ട് ചെയ്യാൻ താല്പര്യമില്ലെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? നോട്ട, ആർക്കും എന്ത് ചെയ്യുന്നില്ല, വോട്ട് ചെയ്യുന്നില്ല എന്ന് നമുക്ക് രേഖപ്പെടുത്താം. അതാണ് നോട്ട. നോട്ട എഴുതി വെക്കണം കേട്ടോ. അപ്പോൾ ഈ നോട്ട രേഖപ്പെടുത്തിയത് ഏറ്റവും കൂടുതൽ, അതായത് ഇൻഡോറിലുള്ള ആൾക്കാർ എന്ത് ചെയ്തു, അവിടെ മത്സരിച്ചിട്ടുള്ള സ്ഥാനാർത്ഥികൾക്ക് ഏറ്റവും കൂടുതൽ അവിടെയാണ് എന്ത് ചെയ്തിട്ടുള്ളത്, നോട്ട് രേഖപ്പെടുത്തിയിട്ട്. 18ാമത്തെ ലോക്സഭയിലേക്കുള്ള തെരഞ്ഞെടുപ്പിൽ രാജ്യത്തെ ഏറ്റവും കൂടുതൽ നോട്ട് രേഖപ്പെടുത്തിയത് എവിടെയാണ്? ഇൻഡോറിലാണ്. കാരണം നിങ്ങൾ കണ്ടിട്ടില്ലേ, ഏറ്റവും കൂടുതൽ ഭൂരിപക്ഷത്തിൽ ജയിച്ച ആളെവിടെയുള്ള, ഇൻഡോറിലാണ് ഏറ്റവും കൂടുതൽ ഭൂരിപക്ഷത്തിൽ ജയിച്ചിട്ടുള്ളത്. അദ്ദേഹത്തിൻ്റെ പേരെന്തായിരുന്നു? ശങ്കർ ലാൽവാനി അല്ലേ. 11 എത്രയാണ്, 72 ലക്ഷം ഭൂരിപക്ഷം വോട്ടിനാണ് അദ്ദേഹം ജയിച്ചിട്ടുള്ളത്. അപ്പോൾ അവിടെ കൂടുതൽ ആൾക്കാർ അദ്ദേഹത്തിനാണ് വോട്ട് ചെയ്തിട്ടുള്ളത്. പക്ഷെ എന്താണ്, ഏറ്റവും കൂടുതൽ ആൾക്കാർ നോട്ട് രേഖപ്പെടുത്തിയതും അവിടെയാണ്. അപ്പോൾ ഓർത്തിരിക്കുക, ഇൻഡോർ എന്ന് പറയുന്നത് ഏതാ? മധ്യപ്രദേശാണ് കേട്ടോ. ഇൻഡോർ എന്ന് പറയുന്നത് മധ്യപ്രദേശാണ്, അതും ഓർത്തിരിക്കുക. അത് സെറ്റാണല്ലോ. അപ്പോൾ 18ാമത്തെ ലോക്സഭയിലേക്കുള്ള തെരഞ്ഞെടുപ്പിൽ രാജ്യത്ത് ഏറ്റവും കൂടുതൽ നോട്ട് രേഖപ്പെടുത്തിയത് എവിടെയാണ്? ഇൻഡോറിലാണ്, മധ്യപ്രദേശ്. അതേപോലെ തന്നെ ഏറ്റവും കൂടുതൽ ഭൂരിപക്ഷത്തിൽ ജയിച്ചത് എവിടെയാണ്? ഇൻഡോറിലാണ്, അതും ഓർത്തിരിക്കുക. അങ്ങനെ കണക്ട് ചെയ്യാം. ഇനി അടുത്തത് കേരളത്തിലെ കക്ഷിനില എത്രയായിരുന്നു? UDF 18 കേട്ടോ. UDF 18 ഇങ്ങനെ ഓർത്തിരിക്കുക. 18ാമത്തെ ലോക്സഭാ ഇലക്ഷനാണ്. അതിൽ UDFന് 18, LDF 1, BJP 1 അല്ലേ. LDF 1 BJP 1 ആണ്. ഇപ്പോൾ 2024 ഇത് ഇമ്പോർട്ടൻ്റ് ആണ്, ഇതൊന്ന് ഓർത്തിരിക്കുക. കേരളത്തിൽ BJP 1, LDF 1, പിന്നെ UDF 18 കക്ഷിനില എന്ന് പറയുന്നത്. ഇനി അടുത്തത് 2024 ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ കേരളത്തിൽ ഏറ്റവും കൂടിയ ഭൂരിപക്ഷത്തിൽ ജയിച്ചതാരാ? എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്, രാഹുൽ ഗാന്ധിയാണ്, വയനാട്. രാഹുൽ ഗാന്ധി വയനാട് കേട്ടോ. 2024 ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ കേരളത്തിൽ ഏറ്റവും കൂടിയ ഭൂരിപക്ഷത്തിൽ ജയിച്ചതാരാണ്? രാഹുൽ ഗാന്ധിയാണ്, വയനാട്. ഓക്കെ, അതും ഓർത്തിരിക്കുക. പിന്നെ അടുത്തത് കേരളത്തിൽ ഏറ്റവും കുറഞ്ഞ ഭൂരിപക്ഷത്തിൽ ജയിച്ചതാരാ? അടൂർ പ്രകാശാണ്, ആറ്റിങ്ങൽ നിയമമണ്ഡലത്തിൽ നിന്നാണ് കേട്ടോ. നമ്മൾ രാഹുൽ ഗാന്ധി വയനാട് നിയമമണ്ഡലത്തിലാണ് മത്സരിച്ചിട്ടുള്ളത്, അത് ഓർത്തിരിക്കാം. പിന്നെ കേരളത്തിലെ ഏറ്റവും കുറഞ്ഞ ഭൂരിപക്ഷത്തിൽ ജയിച്ചതാരാ? അടൂർ പ്രകാശാണ്, ആറ്റിങ്ങലാണ്, അടൂർ പ്രകാശ്. അപ്പോൾ ഇങ്ങനെ ഓർത്തിരിക്കുക, അടിയിലായിപ്പോയി, കുറഞ്ഞ ഭൂരിപക്ഷത്തിലാണ്, അപ്പോൾ അടിയിലായിപ്പോയി അടൂർ പ്രകാശ്. രാഹുൽ ഗാന്ധി നമുക്ക് കിട്ടും. പിന്നെ ഈ അടൂർ പ്രകാശത്തിന് ഓർത്തൊക്കെ ജസ്റ്റ് ഇങ്ങനെ കണക്ട് ചെയ്യുക. കേരളത്തിൽ ഏറ്റവും കുറഞ്ഞ ഭൂരിപക്ഷത്തിൽ ജയിച്ചതാരാ? അദ്ദേഹം അടിയിലായിപ്പോയി, ഏറ്റവും താഴത്തായിപ്പോയി. അടൂർ പ്രകാശ്, ആറ്റിങ്ങലാണ്, അതും ഓർത്തിരിക്കുക. ആറ്റിങ്ങൽ. ഇനി അടുത്തത് കേരളത്തിൽ നിന്നും ലോകസഭാ തെരഞ്ഞെടുപ്പിൽ ജയിച്ച ആദ്യ BJP നേതാവ് ആരാണ്? സുരേഷ് ഗോപിയാണ്. അതായത് കേരളത്തിൽ നിന്നും ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ ജയിച്ച ആദ്യ BJP നേതാവാണ് സുരേഷ് ഗോപി. തൃശ്ശൂർ മണ്ഡലമാണ്, അതോർത്തിരിക്കുക. സുരേഷ് ഗോപി തൃശ്ശൂർ എന്നാണ്. അപ്പോൾ ഇനി അടുത്തത് നമ്മൾ ഈ ഒരു 18ാമത്തെ ലോക്സഭാ തിരഞ്ഞെടുപ്പ് ഇലക്ഷനൊക്കെ നടന്നു. അപ്പോൾ അതിൽ എത്ര അംഗ മന്ത്രിസഭയാണ് അധികാരമേറ്റതെന്ന് ചോദിക്കും. അപ്പോൾ എത്ര അംഗ മന്ത്രിസഭയാണ് അധികാരമേറ്റത്? 72 അംഗ മന്ത്രിസഭയാണ് കേട്ടോ അധികാരമേറ്റത്. അത് ഇമ്പോർട്ടൻ്റ് ആണ്. 72 അംഗ മന്ത്രിസഭയാണ് അധികാരമേറ്റിട്ടുള്ളത്. കേരളത്തിൽ നിന്നും ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ ജയിച്ച ആദ്യ BJP നേതാവാരാ? സുരേഷ് ഗോപിയാണ്, തൃശ്ശൂരിൽ നിന്നാണ്, അതോർത്തിരിക്കാം. പിന്നെ അതേപോലെ തന്നെ 72 അംഗ മന്ത്രിസഭയാണ് അധികാരമേറ്റത്. 72 അംഗ മന്ത്രിസഭയാണ് അധികാരമേറ്റതിൽ അതിൽ പ്രധാനമന്ത്രി, പിന്നെന്താണ്, ഒരു പ്രധാനമന്ത്രി, പിന്നെ
30 ക്യാബിനറ്റ് മന്ത്രിമാർ, 5 പേര് സ്വതന്ത്ര ചുമതലയുള്ളവരും 36 പേര് സഹമന്ത്രിമാരുമാണ്. അത് ഓർത്തിരിക്കണേ, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ 72 അംഗ മന്ത്രിസഭയാണ് അധികാരമേറ്റത്. അപ്പോൾ അതിൽ പ്രധാനമന്ത്രിയുണ്ട്, പിന്നെന്താ 30 ക്യാബിനറ്റ് മന്ത്രിമാരുണ്ട്, 5 പേർ സ്വതന്ത്ര ചുമതലയാണ്, 36 പേര് സഹമന്ത്രിമാരാണ്. അത് ഓർത്തിരിക്കുക. പിന്നെ അതേപോലെ വനിതാ മന്ത്രിമാരുടെ എണ്ണം എത്രയാണ്? 7 ആണ് കേട്ടോ. വനിതാ മന്ത്രിമാരുടെ എണ്ണം എത്രയാണ്? 7 ആണ്. അതും ഓർത്തിരിക്കുക, ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, ഇനി അടുത്ത വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ ആണ്. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ സംസ്ഥാനത്തെ ഏറ്റവും ഉയർന്ന പോളിംഗ് രേഖപ്പെടുത്തിയ മണ്ഡലം എവിടെയാണ്? അപ്പോൾ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ സംസ്ഥാനത്തെ, നമ്മളെ കേരളത്തിലെ ഏറ്റവും ഉയർന്ന പോളിംഗ് രേഖപ്പെടുത്തിയ മണ്ഡലം വടകര. അതായത് ഏറ്റവും കൂടുതൽ പേര് പോളിംഗ് ചെയ്തിട്ടുള്ളത്, വോട്ട് ചെയ്തിട്ടുള്ളത് എവിടെയാണ്? ഏത് മണ്ഡലത്തിലാണ്? വടകരയാണ്. അപ്പോൾ ഇങ്ങനെ ഓർത്തിരിക്കുക, അവിടെ ഫുള്ള് കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് പറയാണ്. അവിടുത്തെ എല്ലാവരും എന്താണ്, പിന്നെ പെട്ടെന്ന് വോട്ട് ചെയ്തിട്ട് എന്ത് ചെയ്യണം, ആ ഒരു പ്രദേശം മുന്നോട്ട് കൊണ്ടുപോകണം. അപ്പോൾ അവിടെ ഫുള്ള് വടക്കായ ആളുകളായിരുന്നു ഉണ്ടായിരുന്നത്. പിന്നെ എന്താ പറയുക, ആ ഒരു ഭരണമായിരുന്നു ഉണ്ടായിരുന്നത്, വടക്കായിട്ടുള്ളൊരു ഭരണമായിരുന്നു ഉണ്ടായിരുന്നത്. അപ്പോൾ അതിൽ നിന്നും മാറാൻ വേണ്ടിയിട്ട് എല്ലാവരും പോളിങ് ചെയ്ത് അങ്ങനെ കണക്ട് ചെയ്യുക. വടക്കായിട്ടുള്ള ആ ഒരു ഭരണം നിർത്താൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യാണ്, അവർ പുതിയൊരു ഭരണം കൊണ്ടുവരാൻ വേണ്ടിയിട്ട് അങ്ങനെ ചെയ്തതാണെന്ന് ജസ്റ്റ് ഒന്ന് കണക്ട് ചെയ്യുക കേട്ടോ. മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ വടകര കണക്ട് ചെയ്തല്ലോ. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ സംസ്ഥാനത്തെ ഏറ്റവും ഉയർന്ന പോളിംഗ് രേഖപ്പെടുത്തിയ മണ്ഡലം വടകരയാണ്, വടകര. പിന്നെ അടുത്തത് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ സംസ്ഥാനത്തെ ഏറ്റവും കുറഞ്ഞ പോളിംഗ് രേഖപ്പെടുത്തിയ മണ്ഡലം ഏതാ? പത്തനംതിട്ടയാണ്. അതെങ്ങനെ കണക്ട് ചെയ്യാം? നമ്മൾ പത്തായം എന്നൊക്കെ പറയില്ലേ? പത്തായം എന്ന് പറഞ്ഞാൽ പണ്ടത്തെ സാധനങ്ങളൊക്കെ എടുത്ത് വെക്കുന്ന ഒരു സംഭവമാണല്ലോ. അപ്പോൾ പത്തായത്തിലിരുന്നു എന്നൊക്കെ പറഞ്ഞാൽ ഒളിച്ചിരുന്നു എന്നൊക്കെയാണ് പറയുക. അപ്പോൾ ഇങ്ങനെ ഓർത്തിരിക്കാം, പത്തനംതിട്ട ഉള്ളവരൊക്കെ പത്തായത്തിൽ ഇരുന്നുകൊണ്ട് എന്താണ്, ആരും അങ്ങനെ വോട്ട് ചെയ്യാൻ പോയില്ല, പോളിംഗ് ചെയ്യാൻ പോയിട്ടില്ല, ആ പോളിംഗ് രേഖപ്പെടുത്താൻ പോയിട്ടില്ല, അങ്ങനെ കണക്ട് ചെയ്യാം. അപ്പോൾ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ സംസ്ഥാനത്ത് ഏറ്റവും കുറഞ്ഞ പോളിംഗ് രേഖപ്പെടുത്തിയ മണ്ഡലം ഏതാ? പത്തനംതിട്ടയാണ്. അത് ഓർത്തിരിക്കെ, പത്തനംതിട്ട. മറന്നുപോലല്ലോ, പത്തായത്തിൽ എന്താണ് അവരെങ്ങനെ ഇരുന്നു, അതുകൊണ്ട് എന്താണ് ആരും പോളിംഗ് രേഖപ്പെടുത്തിയിട്ടില്ല എന്ന് കണക്ട് ചെയ്യാം. അപ്പോൾ പത്തനംതിട്ടയിലാണ് ഏറ്റവും കുറവ്, ഏറ്റവും കൂടുതൽ എവിടെയാണ്? വടകരയിലാണ്. മറന്നുപോലല്ലോ, മറക്കില്ല എന്ന് വിചാരിക്കുന്നു. എൻ്റെ കോഡാണ്, നിങ്ങൾ നിങ്ങളുടെ രീതിയിൽ കണക്ട് ചെയ്യുക. അടുത്തത് വളരെ 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 ഇമ്പോർട്ടൻ്റ്, മിക്കവാറും ചോദിക്കാൻ ചാൻസ് ഉള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് കേട്ടോ ഇത്. 2024 ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ ആദ്യമായി വോട്ട് ചെയ്തത് ആരായിരുന്നു? വോട്ട് ചെയ്ത ഷോംപെൻ ഗോത്ര വിഭാഗം ഏത് കേന്ദ്രഭരണ പ്രദേശത്താണ് കാണപ്പെടുന്നത്? ആൻഡമാൻ നിക്കോബാർ ആണ്. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതായത് 2024 ലോക്സഭാ തിരഞ്ഞെടുപ്പിലാണ് ഇവർ ആദ്യമായിട്ട് വോട്ട് ചെയ്യുന്നത്. ഇതുവരെ ആയിട്ട് അവരെന്ത് ചെയ്തിട്ടില്ല? വോട്ട് ചെയ്തിട്ടില്ല. ആ പ്രദേശത്തുള്ള ഗോത്ര വിഭാഗം, ആ ഗോത്ര വിഭാഗത്തിൻ്റെ പേരാണ് ഷോംപെൻ. എന്താണ്? ഷോംപെൻ ഗോത്ര വിഭാഗമാണ് കേട്ടോ. ഷോംപെൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ എങ്ങനെ ഓർത്തിരിക്കുക? നമ്മൾ ആദ്യമൊക്കെ നമ്മൾ സ്കൂളിലൊക്കെ വോട്ടൊക്കെ എങ്ങനെ രേഖപ്പെടുത്തുക? നമ്മളെ പെന്ന് കൊണ്ടൊക്കെ എഴുതിയിട്ട് ഞാൻ ഇന്ന വ്യക്തിക്കാണ് വോട്ട് ചെയ്യുന്നതെന്നൊക്കെ എഴുതിയിട്ട് ബാലറ്റിൽ നമ്മൾ ഇട്ട് കൊടുക്കും. അങ്ങനെയൊക്കെ ആയിരുന്നു നമ്മൾ സ്കൂളിലൊരു രീതി. അതേപോലെ കണക്ട് ചെയ്തിട്ട് പെന്ന് യൂസ് ചെയ്തിട്ട് വോട്ട് ചെയ്തിട്ട് ഇവരെന്ത് ചെയ്ത് നല്ല ഷോ കാട്ടി. അങ്ങനെ ഷോംപെൻ ഇവരുടെ ഫസ്റ്റത്തെ വോട്ടല്ലേ, ഇവർ നല്ല ഷോ കാട്ടി നടന്ന്. ഷോംപെൻ ഗോത്ര വിഭാഗം. മറന്നുപോലല്ലോ, ഏത് കേന്ദ്രഭരണ പ്രദേശത്തുള്ളതാ? ആൻഡമാൻ നിക്കോബാറിലാണ് കേട്ടോ. ആൻഡമാൻ നിക്കോബാർ അങ്ങനെ തന്നെ ചോദിക്കാൻ ചാൻസ് ഉണ്ട്. ആൻഡമാൻ നിക്കോബാറിലാണ് ഷോംപെൻ ഗോത്ര വിഭാഗം സ്ഥിതി ചെയ്യുന്നത്. ആൻഡമാൻ നിക്കോബാർ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. സെറ്റല്ലേ? അങ്ങനെയാണെങ്കിൽ അടുത്ത് നോക്കിയാലോ, ഏത് സംസ്ഥാനത്തെ ഗവൺമെൻറ്റാണ് ലോക്സഭാ തെരഞ്ഞെടുപ്പിൻ്റെ പോളിംഗ് ശതമാനം വർദ്ധിപ്പിക്കുന്നതിനായി മിഷൻ 414 എന്ന പദ്ധതി നടപ്പിലാക്കിയത്? ഹിമാചൽ പ്രദേശാണ്. ഹിമാചൽ എന്ന് പറയുമ്പോൾ അതിലൊരു ലാണ്ടല്ലോ, 4 എന്നുള്ളതിൻ്റെ ഹിമാചൽ, 4 എന്നുള്ളതിൻ്റെ 4 അങ്ങനെ ഹിമാചൽ പ്രദേശാണെന്ന് കണക്ട് ചെയ്യാൻ പറ്റുമോ? 414 മിഷൻ 414. അങ്ങനെ ജസ്റ്റ് ഒന്ന് കണക്ട് ചെയ്യാം കേട്ടോ. ഹിമാചൽ പ്രദേശാണ്. ഹിമാചൽ അല്ലെങ്കിൽ ഹിമാചൽ എന്നുള്ളതിന് തന്നെ എത്ര അക്ഷരങ്ങളാ? ഹിമാചൽ എന്നുള്ളതിന് 4 അക്ഷരങ്ങളുണ്ട്. അപ്പോൾ 414 എന്നുള്ള മിഷൻ കൊണ്ടുവന്നത് ആരാ? നമ്മുടെ ഹിമാചൽ പ്രദേശാണ്. അതായത് അതെന്താണ്, അവിടെ പോളിംഗ് ശതമാനം വർദ്ധിപ്പിക്കാൻ വേണ്ടിയിട്ട് അവർ നടത്തിയിട്ടുള്ള ഒരു മിഷനാണ്, ഒരു പദ്ധതിയാണ് മിഷൻ 414. അപ്പോൾ ഏത് സംസ്ഥാനത്തെ ഗവൺമെൻറ്റാണ്
ലോക്സഭാ തിരഞ്ഞെടുപ്പിൻ്റെ പോളിംഗ് ശതമാനം വർദ്ധിപ്പിക്കുന്നതിനായി മിഷൻ 414 എന്ന പദ്ധതി നടപ്പിലാക്കിയതെന്ന് ചോദിച്ചാൽ എന്ത് പറയണം? ഹിമാചൽ പ്രദേശ്. കിട്ടിയോ? സെറ്റല്ലേ? ക്ലിയർ അല്ലേ? ഓക്കെ, അങ്ങനെയാണെങ്കിൽ അടുത്തത് 2024 ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ എതിരില്ലാതെ തിരഞ്ഞെടുക്കപ്പെട്ട മുകേഷ് ദലാൽ. എന്താണ്? മുകേഷ് ദലാൽ. ഇമ്പോർട്ടൻ്റ് ആണ്. മുകേഷ് ദലാൽ ഏത് നിയോജക മണ്ഡലത്തിൽ നിന്നാണ് തിരഞ്ഞെടുത്തത്? ഏത് നിയോജക മണ്ഡലത്തിൽ നിന്നാണ് എന്ത് ചെയ്തിട്ടുള്ളത്? തിരഞ്ഞെടുത്തത് എന്നാണ് ചോദിച്ചത്. അപ്പോൾ 2024 എന്താണ്? ഒരു എതിരും ഇല്ലാതെ എന്ത് ചെയ്തു? ഇദ്ദേഹത്തെ തിരഞ്ഞെടുത്തു. ഇദ്ദേഹത്തിൻ്റെ പേരെന്താ? മുകേഷ് ദലാൽ എന്നാണ്. മുകേഷ് ദലാൽ. അപ്പോൾ ഇദ്ദേഹം ഏത് നിയോജക മണ്ഡലത്തിൽ നിന്നാണ് ഇദ്ദേഹത്തെ തിരഞ്ഞെടുത്തത്? സൂററ്റാണ്. ഗുജറാത്തിലെ സൂററ്റിൽ നിന്നാണ് തിരഞ്ഞെടുത്തത്. എങ്ങനെ കണക്ട് ചെയ്യാൻ പറ്റും? ഇങ്ങനെ ഓർക്കുക, മുകേഷ് എന്ന് പറയുമ്പോൾ അതിലൊരു മുഖം ഉണ്ടല്ലോ. അപ്പം മുകേഷ് ദലാൽ എന്നുള്ളതിന് അദ്ദേഹത്തിൻ്റെ മുഖത്തോട്ട് നോക്കിയാൽ തന്നെ എന്താണ്? ഒരു എതിരും പറയാൻ തോന്നൂല. അങ്ങനെ കണക്ട് ചെയ്യുക. അദ്ദേഹത്തിൻ്റെ മുഖത്തോട്ട് നോക്കിയാൽ തന്നെ എന്താണ്? ഒരു എതിരും പറയാൻ കഴിയൂല. അതായത് എതിരില്ലാതെ തിരഞ്ഞെടുക്കപ്പെട്ട വ്യക്തി മുകേഷ് ദലാൽ. അപ്പോൾ എന്ത് ചെയ്യണം? അദ്ദേഹത്തിന് ഉറപ്പായിട്ടും ഷുവറായിട്ട് എന്ത് ചെയ്യണം? ഷുവറായിട്ട് അദ്ദേഹത്തിനെ തിരഞ്ഞെടുക്കണം. അപ്പോൾ ഷുവർ എന്നുള്ളതിന് സൂററ്റ് എന്ന് കിട്ടൂലേ? സൂററ്റിൻ്റെ സൂററ്റ്. അപ്പം മുകേഷ് ദലാലാണ് 2024 ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ എതിരില്ലാതെ തിരഞ്ഞെടുക്കപ്പെട്ടത്. ആരാണ്? മുകേഷ് ദലാൽ. ഏത് നിയോജക മണ്ഡലത്തിൽ നിന്നാ? സൂററ്റ്. അപ്പം എന്താണ്? മുഖത്തോട്ട് നോക്കിയാൽ തന്നെ എതിരൊന്നും പറയാൻ തോന്നൂല. അപ്പോൾ എതിരില്ലാതെ മുകേഷ് ദലാൽ. ഏത് നിയോജക മണ്ഡലമാണ്? സൂററ്റ്, ഗുജറാത്ത്. സെറ്റാണല്ലോ? ക്ലിയർ അല്ലേ? അങ്ങനെയാണെങ്കിൽ അടുത്ത് നോക്കിയാലോ. 18ാമത്തെ ലോക്സഭയിലെ പ്രോട്ടേം സ്പീക്കർ ആരാണ്? 18ാമത്തെ ലോക്സഭയിലെ പ്രോട്ടേം സ്പീക്കർ ആരാ? ഭർത്തൃഹരി മെഹ്താബാണ് കേട്ടോ. 18ാമത്തെ ലോക്സഭയിലെ പ്രോട്ടേം സ്പീക്കർ ആരാണ്? ഭർത്തൃഹരി മെഹ്താബ്. ജസ്റ്റ് ചെറിയൊരു കണക്ഷൻ ഞാൻ പറഞ്ഞു തരാം. നമ്മളെ വീട്ടിലെന്താ നമ്മളെ ഹസ്ബൻഡിൻ്റെ വീടുണ്ട്, നമ്മളെ സ്വന്തം വീടുണ്ട്. അപ്പോൾ നമ്മളെ സ്വന്തം വീട്ടിൽ നമ്മൾ സ്പീക്കറാണ്. നല്ല സ്പീക്കറാണ്. നല്ല ഒച്ചയും ബഹളമൊക്കെ ഉണ്ടാക്കുന്ന ഒരു ടൈപ്പാണെന്ന് വിചാരിക്കുക. പക്ഷെ നമ്മൾ ഹസ്ബൻഡിൻ്റെ വീട്ടിൽ പോകുമ്പോൾ നമ്മളെന്താണ്? പ്രോട്ടീം സ്പീക്കറാണ്. ജസ്റ്റ് ഒന്ന് കണക്ട് ചെയ്യുക. പ്രോട്ടീം സ്പീക്കറാണ്. അപ്പം ഭർത്തൃഹരി അങ്ങനെ കണക്ട് ചെയ്യുക. ഭർത്താവിൻ്റെ വീട്ടിൽ. അപ്പോൾ ഭർത്തൃഹരി മെഹ്താബ്. അപ്പം നല്ല മൊഹബത്തോടെ കൂടെയാണ് ഭർത്താവിൻ്റെ വീട്ടിൽ നിൽക്കുക. അങ്ങനെ കണക്ട് ചെയ്യുക. ഭർത്തൃഹരി മെഹ്താബ് പ്രോട്ടീം സ്പീക്കർ. നമുക്ക് ഇപ്പം നിങ്ങൾക്കിത് കണക്ട് ചെയ്യാൻ പറ്റില്ലെങ്കിലും നിങ്ങൾക്കൊരു ക്വസ്റ്റ്യൻ പേപ്പർ കാണുമ്പോൾ പ്രോട്ടീം സ്പീക്കർ, നമ്മളെ സ്വന്തം വീട്ടിലാണെങ്കിൽ സ്പീക്കർ, ഹസ്ബൻഡിൻ്റെ വീട്ടിലെങ്കിൽ പ്രോട്ടീം സ്പീക്കർ, അങ്ങനെ ജസ്റ്റ് ഒന്ന് കണക്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ എന്താണ്? ഭർത്തൃഹരി, ഭർത്താവിൻ്റെ വീട്. ഭർത്തൃഹരി മെഹ്താബ് കണക്ട് ചെയ്യാൻ പറ്റൂലേ? ഭർത്തൃഹരി മെഹ്താബ്. 18ാമത്തെ ലോക്സഭയിലെ പ്രോട്ടീം സ്പീക്കർ ആരാണ്? ഭർത്തൃഹരി മെഹ്താബ്. ആ ഒരു പോയിന്റ് മറക്കൂലല്ലോ. ഇനി അടുത്തത് നോക്കൂ. 18ാമത്തെ ലോക്സഭയിലെ സ്പീക്കർ ആരാ? ഓം ബിർള. നമുക്കറിയാലോ, ഓം എന്ന് പറയുമ്പോൾ തന്നെ ഒരു സ്പീക്കറിൻ്റെ സൗണ്ടാണല്ലേ ഓം ബിർള. എല്ലാവർക്കും അറിയുന്ന പോയിന്റ് തന്നെയാണ്. അറിയാത്തവർക്ക് വേണ്ടി ജസ്റ്റ് പറഞ്ഞതാണ് ഓം ബിർള. അദ്ദേഹം എവിടെയാണ്? രാജസ്ഥാൻ കോട്ടയാണ് കേട്ടോ. കോട്ട, രാജസ്ഥാൻ കോട്ട. പിന്നെ അദ്ദേഹം എത്രാം തവണയാണ് ലോക്സഭാ സ്പീക്കർ ആകുന്നത്? രണ്ടാം തവണയാണ് അദ്ദേഹം എന്ത് ചെയ്യുന്നത്? സ്പീക്കറാവുന്നത്, ലോക്സഭ സ്പീക്കറാവുന്നത്. ഓർത്തിരിക്കുക. 18ാമത്തെ ലോക്സഭയിലെ സ്പീക്കർ ഓം ബിർളയാണ്. അദ്ദേഹം രണ്ടാം തവണയാണ് ലോക്സഭ സ്പീക്കറാവുന്നത്. അങ്ങനെയാണെങ്കിൽ 18ാമത്തെ ലോക്സഭ പ്രതിപക്ഷ നേതാവ് ആരാ? രാഹുൽ ഗാന്ധിയാണ്. അമേഠി നിയോജകമണ്ഡലമാണ്. അത് ഓർത്തിരിക്കുക. രാഹുൽ ഗാന്ധിയാണ് 18ാമത്തെ ലോക്സഭ പ്രതിപക്ഷ നേതാവ്. വയനാട് നിയോജക മണ്ഡലത്തിലാണ് മത്സരിച്ചിട്ടുള്ളത്. അതും ഓർത്തിരിക്കുക. പിന്നെ 2024 ലോക്സഭാ തിരഞ്ഞെടുപ്പിനൊപ്പം നിയമസഭാ തിരഞ്ഞെടുപ്പ് നടന്ന സംസ്ഥാനങ്ങൾ വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇത് ഒത്തിരി ഇമ്പോർട്ടൻ്റ് ആണ്. പി എസ് സി ചോദിച്ച ക്വസ്റ്റ്യനാണ്. ഇപ്പോൾ കഴിഞ്ഞ എക്സാമിനും കൂടി ചോദിച്ചു. 2024 ലോക്സഭാ തിരഞ്ഞെടുപ്പിനൊപ്പം നിയമസഭാ തിരഞ്ഞെടുപ്പ് നടന്ന സംസ്ഥാനങ്ങൾ ഏതൊക്കെ? ഒഡീഷ, ആന്ധ്രാപ്രദേശാണ് കേട്ടോ. ഒഡീഷയിലും ആന്ധ്രാപ്രദേശിലാണ് എന്ത് നടന്നിട്ടുള്ളത്? ലോക്സഭാ തിരഞ്ഞെടുപ്പ് നടന്നവരുടെ ഒപ്പം തന്നെ അവിടേക്കുള്ള നിയമസഭാ തിരഞ്ഞെടുപ്പ് നടന്നു. ലോക്സഭാ തിരഞ്ഞെടുപ്പ് നടന്ന അതേ ടൈമിൽ അവിടെ എന്ത് ചെയ്തു? നിയമസഭാ തിരഞ്ഞെടുപ്പ് നടന്നിട്ടുണ്ട്. ഒഡീഷ, ആന്ധ്രാപ്രദേശ്. അത് ഓർത്തിരിക്കണേ. 2024 ലോക്സഭാ തിരഞ്ഞെടുപ്പിനോടൊപ്പം നിയമസഭാ തിരഞ്ഞെടുപ്പ് നടന്ന സംസ്ഥാനങ്ങളാണ് ഒഡീഷ, ആന്ധ്രാപ്രദേശ്. അങ്ങനെയാണെങ്കിൽ വേറൊരു ക്വസ്റ്റ്യന്,
18ാമത്തെ ലോകസഭയിലെ ആകെ വനിതാ അംഗങ്ങളുടെ എണ്ണം എത്രയേ? വനിതാ മന്ത്രിമാർ എത്ര ചോദിച്ചാൽ ആണ്. അതിലേക്ക് അതിൻ്റെ മുന്നെന്ത് ചെയ്യുക, ബാക്കിൽ എന്ത് ചെയ്യുക, ഒരു 4 ഇട്ട് കൊടുക്കുക. അപ്പോൾ എന്തായി, അംഗങ്ങളെ എണ്ണം കിട്ടി, 74 കണക്ട് ചെയ്യാൻ പറ്റുമോ? 2024 അപ്പോൾ 2024 18ാം നിയമസഭ, അങ്ങനെ കണക്ട് ചെയ്യുക. അപ്പോൾ 24 ആ 4 ഇട്ട് കൊടുക്കുക, അപ്പോൾ 74. മനസ്സിലായോ? കണക്ട് ചെയ്യാൻ പറ്റുന്നുണ്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ 74 എന്താണ്, വനിതാ അംഗങ്ങളുടെ എണ്ണമാണ് കേട്ടോ. 18ാമത്തെ ലോകസഭയിലെ ആകെ വനിതാ അംഗങ്ങളുടെ എണ്ണം എത്രയാണ്? 74. വനിതാ മന്ത്രിമാരുടെ എണ്ണം എത്രയാണ്? 7 ആണ്. എത്ര മന്ത്രി അംഗസംഘമായിരുന്നു? അംഗമന്ത്രി സഭയായിരുന്നു? 72 മന്ത്രി അംഗസഭയായിരുന്നു. അതിൽ പ്രധാനമന്ത്രി പിന്നെ സഹമന്ത്രിമാരെത്രയാണ്? 36. പിന്നെ അതേപോലെ തന്നെ സ്വതന്ത്ര ചുമതലയുള്ള എത്ര പേരാണ്? 5 പേരാണ്. പിന്നെ അതേപോലെ ക്യാബിനറ്റ് മന്ത്രിമാർ അത്രയും ക്ലിയർ ആണല്ലോ. ഇനി അടുത്തത് നോക്കൂ. ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്ന സ്ഥാനാർത്ഥികളെക്കുറിച്ചുള്ള വിവരങ്ങൾ ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്ന സ്ഥാനാർത്ഥികളെക്കുറിച്ചുള്ള വിവരങ്ങൾ വോട്ടർമാർക്ക് ലഭിക്കുന്നതിനുള്ള മൊബൈൽ ആപ്ലിക്കേഷൻ, അതായത് ഇപ്പോൾ നമ്മൾ വോട്ട് ചെയ്യുകയാണ്, അപ്പോൾ നമ്മൾ വോട്ടർമാർ നമ്മളാണ്. അപ്പോൾ അതിൽ മത്സരിക്കുന്ന കാൻഡിഡേറ്റ്സിനെ കുറിച്ച് നമുക്ക് എന്ത് ചെയ്യണം, വിവരങ്ങൾ കിട്ടണം. അപ്പോൾ അതിനുള്ള ആപ്ലിക്കേഷനാണ് ഇത് നൗ യുവർ കാൻഡിഡേറ്റ്സ്. എന്താണ് നൗ യുവർ കാൻഡിഡേറ്റ്സ്? എങ്ങനെ കണക്ട് ചെയ്യുക? കാൻഡിഡേറ്റ്സിനെ കുറിച്ച് എന്ത് ചെയ്യണം, നമുക്ക് അറിയണം. അത് അറിയാം. നൗ യുവർ കാൻഡിഡേറ്റ്സ്, അതായത് മത്സരാർത്ഥികളെ കുറിച്ചുള്ള വിവരങ്ങൾ എന്ത് ചെയ്യണം, വോട്ടർമാർക്ക് ലഭിക്കുന്നതിനുള്ള മൊബൈൽ ആപ്ലിക്കേഷനാണ് ഇത് നൗ യുവർ കാൻഡിഡേറ്റ്സ്. ഇമ്പോർട്ടൻ്റ് ആണ്. അങ്ങനെയാണെങ്കിൽ വേറെ ഒരു പദ്ധതിയുണ്ട്, ഒരു സോഫ്റ്റ്വെയർ ഉണ്ട്. ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ നടപടിക്രമങ്ങളുടെ ഏകോപനത്തിനായിട്ടുള്ള, എന്താണ് ലോക്സഭാ തിരഞ്ഞെടുപ്പ് നടപടിക്രമങ്ങൾ, അവിടെ എന്തുണ്ട്, ഒരുപാട് നടപടിക്രമങ്ങളുണ്ട്. അതിൻ്റെ ഒക്കെ ഏകോപനത്തിനായുള്ള തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അവതരിപ്പിച്ച സോഫ്റ്റ്വെയർ ഏതാ? എൻകോർ ആണ്. എൻകോർ എങ്ങനെ കണക്ട് ചെയ്യാൻ പറ്റും? അതായത് ഒരു തെരഞ്ഞെടുപ്പിൻ്റെ കോറായിട്ടുള്ള ഭാഗം എന്താ? അവിടുത്തെ നടപടിക്രമങ്ങളുടെ ഏകോപനമല്ലേ, അല്ലേ? ഒരു തെരഞ്ഞെടുപ്പ് അല്ലെങ്കിൽ ഏതൊരു സംഭവത്തിൻ്റെയും എന്താണ് അതിൻ്റെ കോറായിട്ടുള്ള, തെരഞ്ഞെടുപ്പ് ആകുമ്പോൾ പ്രത്യേകിച്ചും അതിൻ്റെ കോറായിട്ടുള്ള ഭാഗം എന്ന് പറഞ്ഞാൽ എന്താ? ആ തെരഞ്ഞെടുപ്പിൻ്റെ നടപടിക്രമങ്ങളുടെ ഏകോപനമാണല്ലോ. അപ്പം അത് തെരഞ്ഞെടുപ്പ് കമ്മീഷന് അതിന് വേണ്ടിയിട്ട് അവതരിപ്പിച്ചിട്ടുള്ള ഒരു സോഫ്റ്റ്വെയർ ആണ് എന്ത്? എൻകോർ. അങ്ങനെ ഓർത്തിരിക്കുക, കോറായിട്ടുള്ള ഭാഗമാണ് നടപടിക്രമങ്ങൾ. അപ്പോൾ എൻകോർ എന്നുള്ള സോഫ്റ്റ്വെയർ എന്തിനുള്ളതാണ്? ലോക്സഭാ തിരഞ്ഞെടുപ്പ് നടപടിക്രമങ്ങളുടെ ഏകോപനത്തിനായുള്ള തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അവതരിപ്പിച്ച സോഫ്റ്റ്വെയർ ആണ്. അങ്ങനെ തന്നെ ഓർത്തിരിക്കണേ, തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അവതരിപ്പിച്ചിട്ടുള്ള സോഫ്റ്റ്വെയർ ആണ് എൻകോർ എന്ന സോഫ്റ്റ്വെയർ, ഓർത്തിരിക്കുക. അങ്ങനെയാണെങ്കിൽ അടുത്തത് നോക്കും. അപ്പോൾ നമ്മൾ ഒന്ന് പറഞ്ഞു നൗ യുവർ കാൻഡിഡേറ്റ്സ്, അതെന്താണ്? മത്സരാർത്ഥികളെക്കുറിച്ച് വോട്ടർമാർക്ക് അറിയാനായിട്ടുള്ള ആപ്പാണ്, മൊബൈൽ ആപ്ലിക്കേഷനാണ് നൗ യുവർ കാൻഡിഡേറ്റ്സ്. അത് നമ്മൾ പഠിച്ചു. അങ്ങനെയാണെങ്കിൽ രണ്ടാമത്തത് എൻകോർ, അത് നമ്മൾ പഠിച്ചു അല്ലേ? നടപടിക്രമങ്ങളുടെ ഏകോപനത്തിനായിട്ടുള്ള തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അവതരിപ്പിച്ച സോഫ്റ്റ്വെയർ ആണ് എൻകോർ, അത് നമ്മൾ പഠിച്ചു. ഇനി അടുത്തത് മൂന്നാമത്തത് നോക്കൂ. ലോക്സഭാ ഇലക്ഷൻ തെരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ടം സംബന്ധിച്ച പെരുമാറ്റച്ചട്ടമാണ് കേട്ടോ. പെരുമാറ്റച്ചട്ടം സംബന്ധിച്ച പരാതികൾ അറിയിക്കാൻ തിരഞ്ഞെടുപ്പ് കമ്മീഷൻ സജ്ജമാക്കിയ ആപ്പാണ് സി വിജിൽ. അതായത് അവിടെ എന്താണ്, ഇപ്പോൾ ലോക്സഭ ഇലക്ഷൻ നടക്കുകയാണ്. അപ്പോൾ തെരഞ്ഞെടുപ്പിൽ ഒരുപാട് പെരുമാറ്റച്ചട്ടങ്ങളൊക്കെ ഉണ്ടാവും. അപ്പോൾ ഈ പെരുമാറ്റച്ചട്ടങ്ങളിലെ പെരുമാറ്റച്ചട്ടങ്ങൾ എന്ന് പറഞ്ഞാൽ ആ പെരുമാറ്റച്ചട്ടങ്ങളിലൊക്കെ എന്തെങ്കിലുമൊക്കെ തെറ്റും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ എന്ത് ചെയ്യുക, ആ പരാതികളൊക്കെ അറിയിക്കുക. അപ്പോൾ അവരോട് പറയാണ് വിജിലൻസ് എന്ന് പറയുമ്പോൾ നമ്മൾ പറയാറുണ്ടല്ലേ, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ അന്വേഷിക്കുന്ന ആരാണ്? വിജിലൻസ്. അപ്പം ഇവർക്ക് എന്ത് ചെയ്യുക, കാണിച്ചു കൊടുക്കുക അല്ലേ, പെരുമാറ്റച്ചട്ടങ്ങളൊക്കെ കാണിച്ചു കൊടുക്കുക. അപ്പോൾ കാണൂ, വിജിൽ, അങ്ങനെ കണക്ട് ചെയ്തൂടെ? വിജിൽ കാണൂ, ഇത് കാണൂ, പരാതികളൊക്കെ കാണിച്ചു കൊടുക്കുകയാണ്. വിജിൽ അങ്ങനെ കണക്ട് ചെയ്തൂടെ? വിജിൽ മനസ്സിലായല്ലോ. അപ്പോൾ വിജിൽ എന്താണ്?
പെരുമാറ്റച്ചട്ടം സംബന്ധിച്ച പരാതികളൊക്കെ അറിയിക്കാൻ വേണ്ടിയിട്ട് തിരഞ്ഞെടുപ്പ് കമ്മീഷൻ സജ്ജമാക്കിയ ആപ്പാണ് ഇത് സി വിജിൽ. അടുത്തത് ലോക്സഭാ തിരഞ്ഞെടുപ്പ് ഭിന്നശേഷി സൗഹൃദമാക്കാൻ തിരഞ്ഞെടുപ്പ് കമ്മീഷൻ ആരംഭിച്ചൊരു മൊബൈൽ ആപ്പ് ഉണ്ട്, അതാണ് സാക്ഷം. എന്താണ്, ഒരുപാട് പദ്ധതികളും ആപ്പും കാര്യങ്ങളൊക്കെ നമ്മൾ പഠിക്കുമ്പോൾ മാറിപ്പോയത്. ലോക്സഭാ തിരഞ്ഞെടുപ്പ് ഭിന്നശേഷി സൗഹൃദം, അവർക്കും കൂടി എന്ത് ചെയ്യുക, അതിൽ പങ്കെടുക്കാനും അവർക്ക് എന്ത് ചെയ്യുക, അവർക്കുള്ള കാര്യങ്ങളൊക്കെ നല്ല രീതിയിൽ ഇതാക്കാൻ വേണ്ടിയിട്ട് തിരഞ്ഞെടുപ്പ് കമ്മീഷൻ ആരംഭിച്ച മൊബൈൽ ആപ്പാണ് ഇത് സാക്ഷം. അപ്പോൾ അങ്ങനെ ഓർത്തിരിക്കുക, ഭിന്നശേഷിക്കാരും കൂടി സാക്ഷ്യം വഹിക്കട്ടെ, അങ്ങനെ പഠിച്ചൂടെ, ഭിന്നശേഷിക്കാരും കൂടി എന്ത് ചെയ്യുക, സാക്ഷ്യം വഹിക്കട്ടെ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ, അങ്ങനെ കണക്ട് ചെയ്യുക കേട്ടോ. ഒരു മൊബൈൽ ആപ്പാണ് സാക്ഷ്യം. അപ്പോൾ നമുക്ക് മറന്നു പോകില്ലല്ലോ. അപ്പോൾ സാക്ഷ്യം എന്താണ്, ലോക്സഭാ തിരഞ്ഞെടുപ്പ് ഭിന്നശേഷി സൗഹൃദമാക്കാൻ തിരഞ്ഞെടുപ്പ് കമ്മീഷൻ ആരംഭിച്ച മൊബൈൽ ആപ്പാണ് ഇത് സാക്ഷം. ഇമ്പോർട്ടൻ്റ് ആണ്. അടുത്തത് വേറൊരു പോർട്ടലാണ്, തിരഞ്ഞെടുപ്പ് കമ്മീഷൻ തന്നെ തയ്യാറാക്കിയിട്ടുള്ള ഒരു പോർട്ടലാണ്. തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട സ്ഥാനാർത്ഥികൾക്കും രാഷ്ട്രീയ പാർട്ടികൾക്കും വിവിധ അനുമതികൾ ലഭ്യമാക്കുന്നതിന് തിരഞ്ഞെടുപ്പ് കമ്മീഷൻ തയ്യാറാക്കിയ ഒരു പോർട്ടലാണ് സുവിധ പോർട്ടൽ. ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം എന്താ, ഇങ്ങനെ കണക്ട് ചെയ്ത് നിങ്ങൾക്ക് തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് സ്ഥാനാർത്ഥികൾക്ക്, അതിൽ നിൽക്കുന്ന സ്ഥാനാർത്ഥികൾക്ക്, രാഷ്ട്രീയ പാർട്ടികൾക്കൊക്കെ എന്ത് ചെയ്യുക, ഒരുപാട് അനുമതികളൊക്കെ നൽകുക. അതായത് എല്ലാവിധ സുവിധ, അങ്ങനെ കണക്ട് ചെയ്യൂടെ, സുവിധ എല്ലാവിധ അനുമതികളും നൽകുന്ന കമ്മീഷൻ്റെ ഒരു പോർട്ടലാണ് ഇത് സുവിധ പോർട്ടൽ. എല്ലാവിധ അനുമതികളും നൽകുക. അങ്ങനെ കണക്ട് ചെയ്യുക കേട്ടോ. കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് പറയുകയാണെ, സുവിധ പോർട്ടൽ എന്താണ്, എല്ലാവിധ അനുമതികളും നൽകുക. ആർക്ക് വേണ്ടിയിട്ട്, സ്ഥാനാർത്ഥികൾക്കും രാഷ്ട്രീയ പാർട്ടികൾക്കും വിവിധ അനുമതികൾ ലഭ്യമാക്കുന്നതിന് തിരഞ്ഞെടുപ്പ് കമ്മീഷൻ തയ്യാറാക്കിയ പോർട്ടലാണ് സുവിധ പോർട്ടൽ. മറന്നു പോവോ? സുവിധ പോർട്ടൽ എന്താ, തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് സ്ഥാനാർത്ഥികൾക്കും രാഷ്ട്രീയ പാർട്ടികൾക്കും വിവിധ അനുമതികൾ ലഭ്യമാക്കുന്നതിന് തിരഞ്ഞെടുപ്പ് കമ്മീഷൻ തയ്യാറാക്കിയിട്ടുള്ള പോർട്ടലാണ് സുവിധ പോർട്ടൽ. എല്ലാവിധ കാര്യങ്ങളും അനുമതികളും നൽകുക. അങ്ങനെ ഓർത്തിരിക്കല്ലോ. സെറ്റാണല്ലോ. അങ്ങനെയാണെങ്കിൽ ആറാമത്തെ ഒരു ആപ്ലിക്കേഷനാണ്, ഒരു പോർട്ടൽ അല്ലെങ്കിൽ ഒരു ആപ്ലിക്കേഷനാണ്. എന്താണ് ആപ്ലിക്കേഷൻ്റെ പേര്? വോട്ടർ ഓൺ ഔട്ട് ആപ്പ്. വോട്ടർ ഓൺ ഔട്ട് ആപ്പ് ഇമ്പോർട്ടൻ്റ് ആണ്. വോട്ടർ ഓൺ ഔട്ട് ആപ്പ് എന്താണ് വോട്ടർ ഓൺ ഔട്ട് ആപ്പ്? ലോക്സഭാ തിരഞ്ഞെടുപ്പിൻ്റെ പോളിംഗ് ശതമാനം ജനങ്ങളെ വേഗത്തിൽ അറിയിക്കുന്നതിന് തിരഞ്ഞെടുപ്പ് കമ്മീഷൻ ആരംഭിച്ച ആപ്ലിക്കേഷനാണ് വോട്ടർ ഓൺ ഔട്ട് ആപ്പ്. അതെന്താ, പോളിംഗ് ശതമാനം പുറത്തേക്ക് പെട്ടെന്ന് വരിക, വോട്ടൊക്കെ പെട്ടെന്ന് പുറത്തോട്ട് എന്ത് ചെയ്യുക, ഔട്ട് ചെയ്യുക, അങ്ങനെ കണക്ട് ചെയ്തൂടെ. അപ്പോൾ വോട്ടർ ഓൺ ഔട്ട് ആപ്പ് ജസ്റ്റ് കണക്ട് ചെയ്യാൻ പറ്റുമോ? ലോക്സഭാ തിരഞ്ഞെടുപ്പിൻ്റെ പോളിംഗ് ശതമാനം ജനങ്ങളെ വേഗത്തിൽ എന്ത് ചെയ്യുക, അറിയിക്കുന്നതിന് വേണ്ടിയിട്ട് തിരഞ്ഞെടുപ്പ് കമ്മീഷൻ പുറത്തിറക്കിയിട്ടുള്ള ഒരു ആപ്ലിക്കേഷനാണ്, ആരംഭിച്ച ആപ്ലിക്കേഷനാണ് വോട്ടർ ഓൺ ഔട്ടർ ആപ്പ്. അത് സിമ്പിളാണ്, നമുക്ക് കണക്ട് ചെയ്യാൻ പറ്റും. അങ്ങനെയാണെങ്കിൽ നോക്കി അടുത്തത് നോക്കൂ, വളരെ 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 ഇമ്പോർട്ടൻ്റ് ആണ്. രാജ്യത്ത് ആദ്യമായി, നോക്കൂ ഈ ക്വസ്റ്റ്യൻ വരാൻ ചാൻസ് ഉണ്ട്, രാജ്യത്ത് ആദ്യമായി പൂർണ്ണമായും വനിതകളുടെ മേൽനോട്ടത്തിൽ തിരഞ്ഞെടുപ്പ് നടന്ന നിയമസഭാ മണ്ഡലം ഏത്? രാജ്യത്ത് ആദ്യമായി പൂർണ്ണമായും എന്ത് ചെയ്തു, വനിതകൾ നിയന്ത്രിച്ചു, വനിതകളുടെ മേൽനോട്ടത്തിൽ തിരഞ്ഞെടുപ്പ് നടന്ന നിയമസഭാ മണ്ഡലം ഏതാ? നോർത്ത് റായ്പൂർ. നോർത്ത് റായ്പൂർ ആണ് കേട്ടോ, ഛത്തീസ്ഗഡിലെ നോർത്ത് റായ്പൂർ എന്ന നിയമസഭാ മണ്ഡലത്തിലാണ് ഈ ഒരു തിരഞ്ഞെടുപ്പ് നടന്നിട്ടുള്ളത്. എങ്ങനെ ഓർത്തിരിക്കാം, നമുക്ക് കണക്ട് ചെയ്യാം. ഈ റായ്പൂർ പറയുമ്പോൾ നമ്മളെ റാഗിപ്പൊടിയൊക്കെ ഉണ്ടല്ലോ, റാഗിപ്പൊടി എന്നൊക്കെ പറയുമ്പം നമുക്ക് എന്താ പറയുക, പെട്ടെന്നൊക്കെ എന്തെങ്കിലും കടികളും കാര്യങ്ങളൊക്കെ, അതായത് എന്തെങ്കിലും ബ്രേക്ക്ഫാസ്റ്റും കാര്യങ്ങളൊക്കെ റായിക്കൊണ്ട് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, പുട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കുന്നുണ്ട്. ജസ്റ്റ് കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് പറയുകയാണെങ്കിൽ, മറന്നു പോവാതിരിക്കാൻ വേണ്ടിയിട്ട് പറയുകയാണ്. അപ്പോൾ അവിടുത്തെ ബോയ്സൊക്കെ, അതായത് വനിതകളുടെ മേൽനോട്ടത്തിലാണ് നടന്നത്. അപ്പോൾ അവിടുത്തെ ബോയ്സൊക്കെ എന്താണ്, ജസ്റ്റ് കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് മാത്രം പറയുകയാണ്, ആവശ്യമുള്ളവർ മാത്രം സ്വീകരിക്കുക. അവിടുത്തെ ബോയ്സൊക്കെ എന്തായിരുന്നു, ചത്ത് കിടന്ന് ഉറങ്ങുമായിരുന്നു. ആ ടൈമിൽ എന്ത് ചെയ്തു, അവിടുത്തെ സ്ത്രീകൾ പെട്ടെന്ന് റാഗിപ്പൊടി കൊണ്ട് പെട്ടെന്ന് എന്ത് ചെയ്യുക, ബ്രേക്ക്ഫാസ്റ്റൊക്കെ ഉണ്ടാക്കിയിട്ട് പെട്ടെന്ന് എന്ത് ചെയ്തു, വോട്ട് നിയന്ത്രിക്കാൻ പോയി. അങ്ങനെ കണക്ട് ചെയ്തൂടെ. അപ്പോൾ ഛത്തീസ്ഗഡ് നോർത്ത് റായ്പൂർ ജസ്റ്റ് ഒന്ന് കണക്ട് ചെയ്യാൻ വേണ്ടി മാത്രമാണ്, നെഗറ്റീവായിട്ടൊന്നും ആരും എടുക്കരുത് കേട്ടോ. നോർത്ത് റായ്പൂർ. അപ്പോൾ റാഗിപ്പൊടി കൊണ്ട് എന്താണ്, പെട്ടെന്ന് പുട്ട് എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കിയിട്ട് പെട്ടെന്ന് ചെയ്തത്, അവരെ പണികളൊക്കെ പെട്ടെന്ന് തീർത്തിട്ട് അവരെന്ത് ചെയ്തു, വോട്ട് ചെയ്യാൻ പോയി. നിങ്ങൾക്ക് കോഡൊക്കെ കണക്ട് ചെയ്തിട്ടൊക്കെ
കാര്യങ്ങളൊക്കെ ഇങ്ങനെ കണക്ട് ചെയ്ത് പഠിപ്പിക്കുന്നത് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ, നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഉറപ്പായിട്ട് കമൻറ്റിൽ രേഖപ്പെടുത്തണേ. നിങ്ങളെ കമൻറ്റിലൂടെ എനിക്ക് മനസ്സിലാവാം ഇങ്ങനത്തെ കോഡ്സും കാര്യങ്ങളൊക്കെ വേണോ, ഇനിയുള്ള ക്ലാസ്സിൽ ഇങ്ങനത്തെ ഒക്കെ യൂസ് ചെയ്യണോ, കണക്ഷൻസ് വേണോ എന്നൊക്കെ എനിക്ക് മനസ്സിലാവും. അപ്പോൾ ഉറപ്പായിട്ട് കമൻറ്റിലൊന്ന് രേഖപ്പെടുത്തണം കേട്ടോ. ഓക്കെ. പിന്നെ അടുത്തത് നോക്കൂ, പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിലുള്ള 3ാം കേന്ദ്രമന്ത്രിസഭയാണ് കേട്ടോ നിലവിൽ വന്നിട്ടുള്ളത്. അപ്പോൾ നോക്കൂ, പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിലുള്ള 3ാം കേന്ദ്രമന്ത്രിസഭ സത്യപ്രതിജ്ഞ ചെയ്തതെന്ന 2024 ജൂൺ 9 ഇമ്പോർട്ടൻ്റ് ആണ്, ഓർത്തിരിക്കുക. അപ്പോൾ ജൂൺ 4 റിസൾട്ട് വന്നു. ജൂൺ 1 എന്ത് ചെയ്തു, അവസാന ഘട്ടം നടന്നു. ജൂൺ 4 റിസൾട്ട് വന്നു. ജൂൺ 9 എന്ത് ചെയ്തു, പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിലുള്ള 3ാം കേന്ദ്രമന്ത്രിസഭ സത്യപ്രതിജ്ഞ ചെയ്തു. കണക്ട് ചെയ്യണം കേട്ടോ. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിലുള്ള 3ാം കേന്ദ്രമന്ത്രിസഭ സത്യപ്രതിജ്ഞ ചെയ്തതെന്ന 2024 ജൂൺ 9. അപ്പോൾ ഇങ്ങനെ കണക്ട് ചെയ്തൂടെ? നമ്മൾ ഈ സത്യപ്രതിജ്ഞ എന്നൊക്കെ പറയുമ്പോൾ കൈ ഇങ്ങനെ നേരെ പിടിച്ചിട്ട് എന്ത് ചെയ്യും, നമ്മൾ സത്യപ്രതിജ്ഞ ചെയ്യും അല്ലേ, കൈ മുഷ്ടിയൊക്കെ ചുരുട്ടിയിട്ട്. അപ്പോൾ ഈ മുഷ്ടി ചുരുട്ടുക എന്ന് പറയുമ്പോൾ തന്നെ ഒരു വട്ടത്തിലുള്ള ഒരു സൈനാണ്. പിന്നെ നമ്മളെ കൈയിൻ്റെ ആ ഒരു ഭാഗം എടുത്താൽ ഇങ്ങനെയല്ലേ വരിക. അപ്പോൾ 9ൻ്റെ ഒരു ഷേപ്പ് ഉണ്ടല്ലോ, നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. കൈ നമ്മൾ നേരെ പിടിച്ചിട്ട് സത്യപ്രതിജ്ഞ ചെയ്യുമല്ലോ, അപ്പോൾ അത് 9ആണ്. 9ൻ്റെ ഷേപ്പിലാണ് സത്യപ്രതിജ്ഞ ചെയ്തത്. ജൂൺ 9 കണക്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ എല്ലാവർക്കും സെറ്റാണെന്ന് വിചാരിക്കുന്നു. നമ്മൾ കാര്യമായിട്ട് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഭാഗമാണ് പറഞ്ഞത്. വലിയ ടഫൊന്നുമില്ല, എല്ലാവർക്കും കണക്ട് ചെയ്ത് പഠിക്കാൻ പറ്റുന്ന തന്നെയാണ്. ലോക്സഭ ഇലക്ഷൻ 2024 ആണെങ്കിൽ ഞാൻ നിങ്ങൾക്കൊരു ക്വസ്റ്റ്യൻ ചോദിച്ചിട്ട് ഞാനൊരു ക്ലാസ് നിർത്തുക. അതിൻ്റെ ആൻസർ നിങ്ങൾ ഈ ഒരു ക്ലാസ് കേട്ട ഉടനെ തന്നെ ഒരു കമൻറ്റ് ബോക്സിലൊന്ന് അടയാളപ്പെടുത്തണം കേട്ടോ. ജസ്റ്റ് നിങ്ങൾക്ക് കണക്ഷൻ കിട്ടുന്നുണ്ടോ എന്ന് നോക്കാനാണ്. 2024 പൊതു തിരഞ്ഞെടുപ്പിലൂടെ ലോക്സഭയിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട ഏറ്റവും പ്രായം കുറഞ്ഞ വ്യക്തി ആരാണ്? ഏറ്റവും പ്രായം കുറഞ്ഞ വ്യക്തി കേട്ടോ. ഏറ്റവും പ്രായം കുറഞ്ഞ വ്യക്തി ആരാണ്? അതേപോലെ തന്നെ ഏറ്റവും പ്രായം കൂടിയ വ്യക്തി ആരാണ്? അത് രണ്ടും നിങ്ങൾ എന്ത് ചെയ്യുക, കമൻറ്റിൽ രേഖപ്പെടുത്തേ. ഓക്കെ, താങ്ക് യു. അപ്പോൾ എല്ലാവർക്കും ക്ലാസ്സൊക്കെ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും തോന്നിയിട്ടുണ്ട്, നിങ്ങളെ കമൻറ്റും കാര്യങ്ങളൊക്കെ, നിങ്ങളെ അഭിപ്രായങ്ങളൊക്കെ നിങ്ങൾ എന്ത് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. പിന്നെ നിങ്ങൾക്ക് ക്ലാസ്സൊക്കെ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങളെ ഫ്രണ്ട്സിലേക്ക് ഉറപ്പായിട്ടും ഷെയർ ചെയ്യുക. പിന്നെ നമ്മളെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ടെലഗ്രാം ഗ്രൂപ്പിലൊന്ന് ജോയിൻ ചെയ്യുക കേട്ടോ. ഓക്കെ, അപ്പോൾ അടുത്ത ക്ലാസ്സും കാര്യങ്ങളൊക്കെയാണ് മുന്നോട്ട് പോവുക. നമ്മൾ ഈ ഒരു മിഷനിൽ കൂടെ നിൽക്കുക. ഉറപ്പായിട്ടും കറണ്ട് അഫെയറിൽ നല്ലൊരു മാർക്ക് ഈ ഒരു മിഷനിൽ നിന്ന് കിട്ടുമെന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പോൾ നിങ്ങളെ സപ്പോർട്ടും കൂടി വേണം. ഇനിയും ഇതുപോലത്തെ ക്ലാസ്സൊക്കെ ആവശ്യമുണ്ടെങ്കിൽ നിങ്ങൾ പറയാം. ക്ലാസ്സിൽ എന്തെങ്കിലും പോരായ്മകളുണ്ടെങ്കിൽ ക്ഷമിക്കുക. ഓക്കെ, താങ്ക് യു.